ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നമ്മുടെ എക്സൽ വർക്കിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു സൈക്കിൾ മാനുഫാക്ചർ ചെയ്യുന്നത് എങ്ങനെയെന്നാണ്. ഓക്കെ, വൺ സൈക്കിളിൻ്റെ റോ മെറ്റീരിയൽസ് ഇവിടെ തന്നിട്ടുണ്ട്. അതിൻ്റെ പർച്ചേസ് പ്രൈസ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, ക്വാണ്ടിറ്റിയും തന്നിട്ടുണ്ട്. ഇനി ഈ ഒരു കോളം എന്ന് പറയുന്നത് 25 സൈക്കിൾ പർച്ചേസ് ചെയ്യാനുള്ള 25 സൈക്കിൾ മാനുഫാക്ചർ ചെയ്യാനുള്ള പർച്ചേസ് പ്രൈസാണ്, മെറ്റീരിയൽസ് പർച്ചേസ് പ്രൈസാണ്. അതുപോലെ തന്നെ 25 സൈക്കിൾ നമ്മൾ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ക്വാണ്ടിറ്റിയാണ് നമ്മളിവിടെ തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ടോട്ടൽ എക്സ്പെൻസ് നമ്മളിവിടെ ടോട്ടൽ ചെയ്തിട്ടുണ്ട്. അഡീഷണൽ കോസ്റ്റ് ആൻഡ് വേജ് അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന എത്രയാണോ ആ ഒരു എമൗണ്ടാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. പിന്നെ ടോട്ടൽ എക്സ്പെൻസ് നമുക്ക് ഏതൊക്കെയാണോ ടോട്ടൽ എക്സ്പെൻസുകൾ അത് കൊടുക്കാം. പ്രോഫിറ്റ് നമുക്കൊരു ലാഭം നമുക്കതിൻ്റെ ഒരു ഇത്ര പെർസെൻറ്റേജ് വേണ്ടി കൊടുക്കാം. അതുപോലെ തന്നെ ടോട്ടൽ പ്രോഫിറ്റ് പ്ലസ് ടോട്ടൽ എക്സ്പെൻസും കൂടെ ആഡ് ചെയ്താണ് ഇത്. അതുപോലെ തന്നെ വൺ സൈക്കിൾ സെയിൽ നമുക്ക് എത്ര രൂപക്ക് നടത്താം എന്നുള്ളതാണ്. ഇനി നമ്മൾ പ്രോഫിറ്റ് പെർ യൂണിറ്റ് ഒരു സൈക്കിളിൻ്റെ ലാഭം നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സോൾഡ് 50 സൈക്കിൾസ് നമ്മൾ എത്ര രൂപക്ക് കൊടുക്കാം എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് എന്ന് നമുക്ക് പറഞ്ഞു പോവാം. ദെൻ ഞാൻ ഇതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് നമ്മളിപ്പോൾ ഒരു സൈക്കിൾ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ഇവിടെ തന്നിട്ടുണ്ട്. അതുപോലെ പർച്ചേസ് പ്രൈസ് ഒരെണ്ണത്തിൻ്റെയാണിത്. പർച്ചേസ് പ്രൈസും ക്വാണ്ടിറ്റിയും നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട 25 സൈക്കിൾ പർച്ചേസ് പ്രൈസാണ്. അതായത് 25 സൈക്കിൾ നമ്മൾ മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര ക്വാണ്ടിറ്റി എത്ര മെറ്റീരിയൽസ് വേണം, അതിൻ്റെ പ്രൈസ് എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രൈസ് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഈക്വൽ ടു ഒരു സൈക്കിളിൻ്റെ മെറ്റീരിയൽസിൻ്റെ പർച്ചേസ് പ്രൈസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതേ ഇൻറ്റു 25 കൊണ്ട് നമ്മൾ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടയറിൻ്റെ പ്രൈസ് കിട്ടി. അതേപോലെ തന്നെ ജസ്റ്റ് താഴോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മെറ്റീരിയൽസിൻ്റെയും പ്രൈസ് നമുക്ക് ഇവിടെ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ടോട്ടൽ ചെയ്യാൻ പോവാണ്. ടോട്ടൽ എക്സ്പെൻസ് ആട്ടോസം ചെയ്യുക, എൻ്റർ അടിക്കുക. നമുക്ക് ഇത്രയും രൂപയാണ് നമ്മൾ 25 സൈക്കിൾ മാനുഫാക്ചർ ചെയ്യാൻ നമ്മുടെ മെറ്റീരിയൽസിന് ചിലവായ ക്യാഷ് എന്ന് പറയുന്നത്, എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ക്വാണ്ടിറ്റി എത്ര ടയർ വേണം, എത്ര ട്യൂബ് വേണം എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഈക്വൽ ടു കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ക്വാണ്ടിറ്റി ഒരു സൈക്കിളിൻ്റെ, അതായത് ഒരു സൈക്കിൾ മാനുഫാക്ചർ ചെയ്യേണ്ട ക്വാണ്ടിറ്റി മെറ്റീരിയൽസിൻ്റെ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്. ഇൻറ്റു 25 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ക്വാണ്ടിറ്റിയും കൂടെ കിട്ടി. ഓരോ മെറ്റീരിയൽസിന് എത്ര ക്വാണ്ടിറ്റി വേണം എന്നുള്ളത് നമുക്ക് താഴോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഇത് മെറ്റീരിയൽസ് വാങ്ങാൻ വന്നിട്ടുള്ള എക്സ്പെൻസ് മാത്രമാണ് നമുക്ക്. അഡീഷണൽ കോസ്റ്റ്ലിയുമാണ്, അഡീഷണൽ കോസ്റ്റ് ആൻഡ് വേജ്. അത് ഉണ്ടാക്കണമെങ്കിലും അത് ഇങ്ങോട്ട് എത്തിക്കണമെങ്കിലും ഫ്ലൈറ്റ് ചാർജ്, ഇങ്ങനെ ഒരുപാട് എക്സ്പെൻസുകൾ നമുക്ക് വരും. അതെല്ലാം കൂടെയാണ് അഡീഷണൽ കോസ്റ്റ് ആൻഡ് വേജ് എന്ന് പറയുന്നത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ ഏതൊക്കെയാണ് ജസ്റ്റ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന മാത്രമാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഞാനൊരു 50,000 രൂപയാണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, എക്സ്പെക്റ്റ് ചെയ്യുന്നത് അത്രയാണ്. ഇനി ടോട്ടൽ എക്സ്പെൻസ് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഈക്വൽ ടു കൊടുക്കുക. ഇത് നമുക്ക് എക്സ്പെൻസ് ആണ് അല്ലേ, അതായത് നമ്മൾ ഈ മെറ്റീരിയൽസ് വാങ്ങുന്നത് റോ മെറ്റീരിയൽസിൻ്റെ എക്സ്പെൻസാണ്. അത് പ്ലസ് ചെയ്യുക, അഡീഷണൽ കോസ്റ്റും കൂടെ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ എക്സ്പെൻസ് കിട്ടി. ഇനി അതുപോലെ തന്നെ പ്രോഫിറ്റ് നമുക്ക് കാണാം. പ്രോഫിറ്റ് നമുക്ക് ലാഭം വേണ്ടേ, ഈക്വൽ ടു കൊടുക്കുക. ഈ ടോട്ടൽ എക്സ്പെൻസ് ഇൻറ്റു നമ്മൾ എത്രയാണോ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ലാഭം എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അതാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ഞാനൊരു 30% എൻട്രി ചെയ്യുന്നത്, ഇൻറ്റു കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും നമുക്ക് പ്രോഫിറ്റ് കിട്ടി. ടോട്ടൽ പ്രോഫിറ്റ് ആണ് കേട്ടോ ഇത്. നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് എന്ന് കൊടുക്കാം. ടോട്ടൽ പ്രോഫിറ്റ് ആണോ അത്. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് ആഡ് ചെയ്യുക, പ്രോഫിറ്റും ടോട്ടൽ എക്സ്പെൻസും കൂടെ ഒന്ന് ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് വൺ സൈക്കിൾ സെയിൽസ് ആണ്. ഒരു സൈക്കിൾ എത്ര രൂപക്ക് നമ്മൾ സെയിൽസ് നടത്താം എന്നുള്ളതാണ് കാണിക്കുന്നത്. ഈക്വൽ ടു, അപ്പോൾ നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാം 25 കൊണ്ട്. ടോട്ടൽ പ്രോഫിറ്റ് പെർ ടോട്ടൽ എക്സ്പെൻസ് ടോട്ടൽ ചെയ്ത ആ എമൗണ്ട് ഉണ്ടല്ലോ, അതിനെ നമ്മളൊന്ന് 25 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സൈക്കിൾ നമ്മൾ സെയിൽസ് നടത്തേണ്ട എമൗണ്ട് കിട്ടി. അതേപോലെ തന്നെ പ്രോഫിറ്റ് പെർ യൂണിറ്റ്, ഒരു സൈക്കിളിൻ്റെ ലാഭം കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ടോട്ടൽ പ്രോഫിറ്റിനെ ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്യുക. 25 സൈക്കിളിന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1327 രൂപ ഒരു സൈക്കിൾ നമുക്ക് പ്രോഫിറ്റ് ലാഭം കിട്ടി. അതുപോലെ തന്നെ സോൾഡ് 50 സൈക്കിൾ നമുക്ക്
15 സൈക്കിൾ എത്ര രൂപയ്ക്ക് കൊടുക്കാം എന്നുള്ളതാണ് ഇവിടെ കാണേണ്ടത്. അതിന് നമ്മൾ ഒരു സൈക്കിൾ സെയിൽ നടത്തേണ്ട എമൗണ്ട് ഇവിടെ കണ്ടിട്ടുണ്ട്. അതിനെ ഇൻറ്റു ചെയ്യുക, 15 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ 15 സൈക്കിൾ എത്ര രൂപയ്ക്ക് സെയിൽ നടത്താം എന്നുള്ളതാണ് ഇവിടെ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ എല്ലാവരുടെയും ഇത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എല്ലാവരും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.